ഹായ്, ഒരു പച്ചമാങ്ങ വെച്ചിട്ട് ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. ചോറിന് പിന്നെ വേറെ ഒരു കറിയും വേണ്ട. ഈ ഒരു മൺചട്ടിയിലേക്ക് കുറച്ചൊരു വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും, അതേപോലെ ഒരു 3/4 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ചൊരു വേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണേ. ഇനി ഇതെല്ലാം കൂടെ മൂത്ത് വരുമ്പം ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു പച്ചമാങ്ങയാണ്. നല്ല പുളിയുള്ളൊരു പച്ചമാങ്ങ എടുക്കാം. ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 2-3 മിനിറ്റ് ഇങ്ങനെ മസാല കിടന്നിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഇതിലേക്ക് ശർക്കര, 1 കപ്പ് ശർക്കര എടുത്തിട്ട് ഉരുക്കിയിട്ടൊന്ന് അരിച്ചെടുത്തണം. അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് കുറുക്കിയെടുക്കണം ഇത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കായം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ശർക്കര മാങ്ങ. ട്രൈ ചെയ്ത് നോക്കണേ.